നോക്കുന്നത് പർച്ചേസിംഗ് പവർ പാരിറ്റിയുടെ രണ്ട് തരത്തിലുള്ള വേർഷൻസ് ഏതൊക്കെയാണ്, അതിൻ്റെ മെറിറ്റ്സ് ഡിമെറിറ്റ്സ് എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യം. പ്രധാനമായിട്ട് രണ്ട് തരത്തിലാണ് പർച്ചേസിംഗ് പവർ പാരിറ്റിയുടെ വേർഷൻസ് ഉള്ളത്. ഒന്ന് അബ്സല്യൂട്ട് പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി, രണ്ടാമത് റിലേറ്റീവ് പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി. അബ്സല്യൂട്ട് പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. പണ്ട് ഗോൾഡ് ആയിരുന്നു എക്സ്ചേഞ്ച് റേറ്റിന്റെ ഡിറ്റർമിനേഷന് വേണ്ടിയുള്ള ഒരു ബേസ് ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നു. കാരണം ഗോൾഡ് എന്ന് പറയുന്ന ആ ഒരു കമ്മോഡിറ്റിക്ക് ലോകത്തെല്ലായിടത്തും ഒരുപോലെ ഡിമാൻഡ് ഉണ്ടായിരുന്നു. പക്ഷെ ഗോൾഡ് ഇപ്പം മറ്റേതൊരു കമ്മോഡിറ്റിയെ പോലെ തന്നെയായിട്ട് മാറി, ഒരു സുപ്പീരിയോറിറ്റി ഒക്കെ തന്നെ നഷ്ടപ്പെട്ടു. അപ്പോൾ പണ്ട് ഈ പറയുന്ന അബ്സല്യൂട്ട് പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി 17th സെഞ്ചുറിയിലെല്ലാം ഇത് ബേസ് ചെയ്തുകൊണ്ടിരുന്നത് ഗോൾഡിന്റെ പ്രൈസിലായിരുന്നു. അപ്പോൾ പർച്ചേസിംഗ് പവർ പാരിറ്റിയും എക്സ്ചേഞ്ച് റേറ്റും ഒന്നും ഡിറ്റർമിൻ ചെയ്യണത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു സിംഗിൾ ഐറ്റം ഗോൾഡ് എന്നുള്ള ഐറ്റത്തിനെ മാറ്റി മാത്രം ആയിരിക്കില്ല. ഇപ്പോൾ അത് കംപ്രൈസ് ചെയ്യുന്ന ഒരു ബാസ്ക്കറ്റ് ഓഫ് കമ്മോഡിറ്റീസ് ആണ്. അതിൽ ഗോൾഡ് ഒരു കമ്മോഡിറ്റി മാത്രമാണ്. അപ്പോൾ ഒരു ബാസ്ക്കറ്റ് ഓഫ് കമ്മോഡിറ്റിയുടെ എക്സ്ചേഞ്ച് റേറ്റ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ യൂട്ടിലിറ്റിയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യും, കോമൺ യൂട്ടിലിറ്റിയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യും. എന്നിട്ടാണ് ആ ബാസ്ക്കറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. പല രാജ്യങ്ങളിൽ പല ബാസ്ക്കറ്റുകളായിരിക്കും. അപ്പോൾ കോമൺ യൂട്ടിലിറ്റി ഉണ്ടോ എന്ന് എൻഷുർ ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. കാരണം ഓരോ കമ്മോഡിറ്റിയുടെയും ഓരോ രാജ്യത്തും ഉള്ള വാല്യൂ ഡിപ്പെൻഡിങ് അപ്പോൺ ദർ കസ്റ്റം, ട്രഡീഷൻ, കൾച്ചർ, ബിലീഫ്സ് എല്ലാം വ്യത്യാസമായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഇവിടെ റൈസിന് കിട്ടുന്ന ഒരു സ്വീകാര്യത ആയിരിക്കില്ല അമേരിക്കൻ രാജ്യത്ത് കിട്ടുന്നത്. അവർക്ക് അവിടെ പൊട്ടറ്റോയ്ക്ക് കിട്ടുന്ന സ്വീകാര്യത ആയിരിക്കില്ല നമ്മൾ പൊട്ടറ്റോയ്ക്ക് കൊടുക്കുക. വ്യത്യാസമുണ്ട്. രണ്ടും ഒരേ കമ്മോഡിറ്റിയാണ്, പക്ഷെ അതിന്റെ വാല്യൂ അല്ലെങ്കിൽ യൂട്ടിലിറ്റി വളരെ ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ആസ്പെക്ട് ഉണ്ടാവും. ഓരോ രാജ്യത്തും ഇൻഫ്ലേഷൻ റേറ്റ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് അവരവരുടെ ഒരു ബാസ്ക്കറ്റ് ഓഫ് കമ്മോഡിറ്റീസ് ഉണ്ടാവും. ആ ബാസ്ക്കറ്റ് ഓഫ് കമ്മോഡിറ്റി ആയിരിക്കും നോർമലി അവർ ഈ പറയുന്ന എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പ്രിഫർ ചെയ്യുക. അപ്പോൾ ആ കമ്മോഡിറ്റീസിന്റെ ബാസ്ക്കറ്റിന്റെ ഇൻഫ്ലേഷൻ റേറ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഈ അബ്സല്യൂട്ട് പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറിയിൽ അവർ നോക്കുക. അതിൽ അവർ പറയുന്ന ഒരു കാര്യം ഇൻഫ്ലേഷൻ ഇൻഫ്ലുവൻസസ് എക്സ്ചേഞ്ച് റേറ്റ് എന്നുള്ളൊരു ആസ്പെക്ട് ആണ്. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. രണ്ട് രാജ്യങ്ങൾ, ഇന്ത്യയും ചൈന. ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ റേറ്റ് 10%, ചൈനയിലത് 0% ആണെന്ന് വിചാരിക്കാം. ഇങ്ങനെയാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ റുപ്പിക്ക് എന്ത് സംഭവിക്കും? ഇൻ കമ്പാരിസൺ ടു ചൈനീസ് യുവാൻ നമ്മളുടെ കറൻസി ഡിപ്രീഷിയേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ചൈനീസ് യുവാൻ നമ്മുടെ രാജ്യം വെച്ച് നോക്കുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യും. അപ്പോൾ നേരത്തെ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ഒരു യുവാന് 10 രൂപ എന്ന നിലക്കാണെന്നുണ്ടെങ്കിൽ ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന കാരണം കൊണ്ട് മാത്രം തന്നെ നേരത്തെ ഒരു യുവാന് 10 രൂപ എന്നുള്ള നില മാറിയിട്ട് ഒരു യുവാന് 11 രൂപ എന്നുള്ള നിലയിലേക്ക് മാറും. കാരണം ബിക്കോസ് ഓഫ് ദിസ് ഇൻഫ്ലേഷൻ. അപ്പൊ ആ ഇൻഫ്ലേഷൻ കൊണ്ടാണ് ഈ പറയുന്ന 10 രൂപ എന്നുള്ളത് 11 രൂപയായിട്ട് മാറി. കാരണം നമ്മുടെ ഇൻഫ്ലേഷൻ വളരെ കൂടുതലാണ്. അപ്പോ ഒരു കാര്യം എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ചൈനീസിന് കൂടുതൽ അവരുടെ യുവാൻ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഇന്ത്യൻ റുപ്പി കിട്ടും. അപ്പോൾ അവർക്ക് ഇന്ത്യയിൽ നിന്ന് കൂടുതൽ സാധനങ്ങൾ മേടിക്കാനായിട്ട് പറ്റും. ഇത് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ചൈനീസ് ഇമ്പോർട്ട്സ് കൂടുകയും നമ്മുടെ എക്സ്പോർട്ട് കൂടുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കുമ്പോൾ ഇന്ത്യൻ റുപ്പിക്ക് ഡിമാൻഡ് കൂടുകയും ചൈനീസിന്റെ യുവാന്റെ ഡിമാൻഡ് കുറയുകയും ചെയ്യും. കാരണം നമ്മുടെ സാധനങ്ങൾ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും പറയാം നമ്മുടെ രൂപയിൽ പേ ചെയ്യാൻ പറയും. അപ്പൊ നമ്മുടെ ഇന്ത്യൻ റുപ്പിയുടെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ കൂടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? ദാറ്റ് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ എക്സ്ചേഞ്ച് റേറ്റ്. അപ്പോൾ സപ്ലൈ ഓഫ് യുവാൻ അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു, ഡിമാൻഡ് ഇല്ല, അതിന്റെ പ്രൈസ് താഴെ പോണു. നമ്മുടെ കറൻസിയുടെ ഡിമാൻഡ് ഭയങ്കരമായിട്ട് കൂടി നിൽക്കുന്നു, സപ്ലൈ കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് അവിടെ കൂടും. പ്രൈസ് ഓഫ് ദാറ്റ് കറൻസി വിൽ ഇൻക്രീസ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി മാർക്കറ്റ് ഫോഴ്സിന്റെ ഇന്ററാക്ഷൻ കാരണം കൊണ്ട് ഈ എക്സ്ചേഞ്ച് റേറ്റ് ഒരു ഇക്വിലിബ്രിയത്തിലേക്ക് പതുക്കെ വരും. ഇക്വിലിബ്രിയം പോയിന്റ് എങ്ങനെയാണെന്നുള്ളത് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഓക്കെ, അതാണ് അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം. പക്ഷെ ഇതിന് കുറെ ഡിമെറിറ്റ്സ് ഉണ്ട് അബ്സല്യൂട്ട് പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറിയിൽ. കാരണം കോമൺ ബാസ്ക്കറ്റ് എന്ന് പറയുന്നത് അത് കണ്ടെത്താൻ അല്പം ബുദ്ധിമുട്ടാണ്. ഇനി ഒരേ ബാസ്ക്കറ്റ് ആണെങ്കിൽ പോലും ഒരേ ഐറ്റംസ് ആണെങ്കിൽ പോലും ഒരേ കമ്മോഡിറ്റീസ് ആണെങ്കിൽ പോലും അതിന് എല്ലാ രാജ്യത്തും ഒരേ യൂട്ടിലിറ്റി അല്ല. ദെൻ അതിന്റെ ഗുഡ്സിന്റെ ക്വാളിറ്റി എല്ലായിടത്തും ഒരുപോലെയാണോ? പലപ്പോഴും അല്ല. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ ട്രേഡ് ഡിസ്റ്റോർഷൻസ്, ഫ്രിക്ഷൻസ്, അതെല്ലാം ഇതിന്റെ കൂടെ തന്നെ ഉണ്ട്. അതൊന്നും പോയിട്ടില്ല. പിന്നെ പലപ്പോഴും ഈ കമ്മോഡിറ്റീസിൽ നോൺ ട്രേഡബിൾ ആയിട്ടുള്ള ചില ഗുഡ്സ് കയറി വന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിനേഷൻ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല.
ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് റിലേറ്റീവ് ഫോം ഓഫ് പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറിയാണ്. ഇതില് എങ്ങനെയെന്ന് വെച്ചാൽ മാർക്കറ്റിന്റെ ഇംപെർഫെക്ഷൻസും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുക. അതായത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ടാരിഫ്, ക്വോട്ടാസ്, ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് റിലേറ്റീവ് പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആണ് ഇൻ കമ്പാരിസൺ ടു അബ്സല്യൂട്ട് പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി. അപ്പോൾ ഈ ഇംപെർഫെക്ഷൻസ് വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഡിഫറെന്റ് പ്രൈസസ് ഫോർ സെയിം കമ്മോഡിറ്റീസ്. അപ്പോൾ റിലേറ്റീവ് പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറിയിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദ ചേഞ്ച് ഇൻ ദ എക്സ്ചേഞ്ച് റേറ്റ് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഷുഡ് ബി പ്രൊപ്പോർഷണൽ ടു ദി റിലേറ്റീവ് ചേഞ്ച് ഇൻ ദ പ്രൈസ് ലെവൽസ് ഇൻ ടു കൺട്രീസ് ഓവർ ദി സെയിം പീരീഡ്. എക്സ്ചേഞ്ച് റേറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ചും പ്രൈസ് ലെവലിൽ ഉണ്ടാവുന്ന ചേഞ്ചും ഒരേ പ്രൊപ്പോർഷനിലായിരിക്കും പോവുക എന്നുള്ളതാണ് റിലേറ്റീവ് പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ കുറച്ച് ഇക്വേഷൻസ് എടുക്കുന്നുണ്ട്, പേടിക്കൊന്നും വേണ്ട. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇതിൽ T0 എന്നുള്ളത് ബേസ് പീരീഡ് ഇയറിനെയാണ് ഉദ്ദേശിക്കുന്നത്. P0D എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി ഇൻ ഡൊമസ്റ്റിക് കൺട്രി ഡ്യൂറിംഗ് ദി ബേസ് പീരീഡ്. സിമിലർലി P0F ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി ഇൻ ഫോറിൻ കൺട്രി ഡ്യൂറിംഗ് ദി ബേസ് പീരീഡ്. അപ്പോൾ സ്പോട്ട് പ്രൈസ്, അതായത് ഇപ്പോഴത്തെ പ്രൈസിൽ എങ്ങനെയാണ് എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്? പ്രൈസ് ഓഫ് ദി ഡൊമസ്റ്റിക് കമ്മോഡിറ്റി ഡിവൈഡഡ് ബൈ പ്രൈസ് ഓഫ് ദി ഫോറിൻ കമ്മോഡിറ്റി. ഈ റേഷ്യോയിലായിരിക്കും എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യാം. ഇനി ഇത് തന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇൻഫ്ലേഷൻ കാരണം പ്രൈസ് ചേഞ്ച് വരുവാണ് എന്നുണ്ടെങ്കിൽ, അതായത് ആഫ്റ്റർ 1 ഇയർ സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും? അവിടെ T എന്നുള്ളത് T1 ആയിട്ട് മാറി. നേരത്തെ T0 ആയിരുന്നു, T1 ആയിട്ട് മാറി. അപ്പോൾ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ആഫ്റ്റർ 1 ഇയർ, പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഇൻ ഫോറിൻ കൺട്രി ആഫ്റ്റർ 1 ഇയർ. അപ്പോൾ P1Dയും P1F ആയിട്ടാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് P1D ഡിവൈഡഡ് ബൈ P1F. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. P1D എന്ന് വെച്ച് കഴിഞ്ഞാൽ P0D ഡൊമസ്റ്റിക്കിലെ സ്പോട്ട് പ്രൈസിന്റെ കൂടെ ഇൻഫ്ലേഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്യൂച്ചർ പ്രൈസ് കിട്ടും. സിമിലർലി ഫോറിൻ കൺട്രിയിലെ പ്രൈസിന്റെ ബേസ് ഇയറിലെ പ്രൈസിന്റെ കൂടെ അവിടുത്തെ ഇൻഫ്ലേഷൻ റേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള പ്രൈസ് കിട്ടും. അപ്പൊ നമ്മളുടെ അസ്യൂം ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് കൺട്രിയിലെ ID ആയിട്ട്, ഇൻഫ്ലേഷൻ ഇൻ ഫോറിൻ കൺട്രി IF ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞ പ്രൈസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ബേസ് പ്രൈസിനെ നമ്മൾ ഇൻഫ്ലേഷൻ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോഴാണ് ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള പ്രൈസ് കിട്ടുക. അപ്പോൾ ഈ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യും? ഈ രണ്ടും തമ്മിൽ ഫ്യൂച്ചർ റേറ്റുകൾ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യും. ഇതൊരു എക്സാമ്പിളിൽ കൂടെ നമുക്ക് നോക്കാം. ഇമാജിൻ 1 കിലോഗ്രാം ആപ്പിളിന്റെ വില ഇന്ത്യയിൽ 80 രൂപയാണ്. സെയിം ക്വാണ്ടിറ്റി ഓഫ് ആപ്പിൾ, സെയിം ക്വാളിറ്റി ഓഫ് ആപ്പിൾ US-ലുള്ള വില $1 ആണെന്ന് വിചാരിക്കാം. ഇൻഫ്ലേഷൻ റേറ്റ് ഇന്ത്യയിൽ 8%, US-ൽ 4% ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ടൈം 0-ൽ നമുക്ക് കിട്ടുമ്പോൾ ഇപ്പോഴത്തെ പ്രൈസ് 80, $1 നമ്മൾ കമ്പയർ ചെയ്യുന്നു. $1 = 80 ആണ് ഇപ്പോഴത്തെ എക്സ്ചേഞ്ച് റേറ്റ്. ഒരു വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇൻഫ്ലേഷൻ റേറ്റ് 8% മാറി. 8% 8/100 0.08. US-ൽ ഇൻഫ്ലേഷൻ റേറ്റ് 4% 0.04. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് എങ്ങനെയിരിക്കും? 80 × 1 + 0.08 ഡിവൈഡഡ് ബൈ 1 + 0.04. ഇതായിരിക്കും ഫ്യൂച്ചർ റേറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇൻഫ്ലേഷൻ റേറ്റും കറണ്ട് സ്പോട്ട് പ്രൈസും ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ എക്സ്ചേഞ്ച് റേറ്റ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റുക യൂസിങ് റിലേറ്റീവ് പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കേണ്ട കാര്യം, രണ്ട് തരത്തിലുള്ള പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറികളെ പറ്റി നമ്മൾ പഠിച്ചു. അബ്സല്യൂട്ട് പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി, റിലേറ്റീവ് പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി. അതിൽ അബ്സല്യൂട്ട് തിയറി ഫോക്കസ് ചെയ്യുന്നത് അബ്സല്യൂട്ട് പ്രൈസ് ലെവൽസിനെയും ആൻഡ് ഇറ്റ് ഡിറ്റർമിൻസ് ദ എക്സ്ചേഞ്ച് റേറ്റ് ബേസ്ഡ് ഓൺ ദി റേഷ്യോ ഓഫ് പ്രൈസ് ലെവൽസ്. റിലേറ്റീവിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ചേഞ്ചസ് ഇൻ പ്രൈസ് ലെവൽസ് ഓവർ ടൈം ആൻഡ് ഡിറ്റർമിൻസ് എക്സ്ചേഞ്ച് റേറ്റ് ബേസ്ഡ് ഓൺ ഇൻഫ്ലേഷൻ റേറ്റ് ഡിഫറൻഷ്യൽസ്. ഇൻഫ്ലേഷൻ റേറ്റിന്റെ ഡിഫറൻഷ്യൽസ് വെച്ചിട്ടാണ് ഇവിടെ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.